ഹലോ, എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ താഴോട്ടുള്ള ഒരു മൂവിങ്ങിലേക്കാണ് മാർക്കറ്റ് പോകുന്നതാണെന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ രൂപയുടെ മൂല്യത്തിൽ നല്ല വ്യത്യാസമൊക്കെ അനുഭവപ്പെട്ടെങ്കിലും മാർക്കറ്റ് ചെറിയൊരു കുതിപ്പാണ് ഉണ്ടായത് മേലോട്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ കുറച്ച് വരാനാണ് സാധ്യത. ഞാൻ പറഞ്ഞു 22,200 വരെ മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കാരണം വെച്ചാൽ ഒരു സെൽ ഓഫ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൽ ഓഫ് ചെറിയ തോതിൽ നടക്കുന്നുണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ടാണ് താഴോട്ട് വരുന്നത്. കാരണം പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, താഴോട്ടുള്ള മാർക്കറ്റ് താഴോട്ടുള്ളൊരു ട്രെൻഡായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതൊരു ബ്രേക്കൗട്ട് നമുക്ക് ഇവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഇതൊരു ഫേക്ക് ഔട്ടാണ് എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ചതിക്കുഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുശേഷം മാർക്കറ്റ് നമുക്ക് പറയാനുള്ളത്, മാർക്കറ്റ് 22,200 സംതിങ്ങിൽ വരെ മാർക്കറ്റ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ ട്രേഡ് എടുക്കുന്നവരൊക്കെ സൂക്ഷിച്ചെടുക്കുക. നമ്മുടെ ട്രേഡിങ് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ, നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ നിഫ്റ്റിയിൽ ഏതാണ്ട് ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ പി ആണ് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കൺസോളിഡേഷനാണ് കിട്ടുന്നതെങ്കിൽ പി ബൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ സെല്ല് ചെയ്യുകയും ചെയ്യും. അതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയും ചെയ്യും. ഇനി സെൻസെക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സെൻസെക്സിൽ നമ്മൾ ഇന്നലെ കുറച്ച് ലെവലുകളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സെൻസെക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഏതാണ്ട് ആ ഒരു ഇതാണ്, ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു താഴോട്ടുള്ള, ഈ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഈ ട്രെൻഡ് ഇവിടെ വെച്ച് നമുക്ക് ബ്രേക്ക് ഔട്ട് ആയത് നമുക്ക് കാണാം. നിഫ്റ്റിയിലുള്ള അതേ ഇത് തന്നെയാണ്. അപ്പം ഇവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ വീണ്ടും ഈ ഒരു ലെവൽ തൊടാനുള്ള ചാൻസ് ഉണ്ട്. ഏതാണ്ട് 73,000 ലെവൽ എന്നുള്ളത് വന്നിട്ട് ടച്ച് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ സെൻസെക്സിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയിട്ട് മാത്രമേ തിരിച്ച് കയറാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ നടക്കുന്നതാണ് നമ്മൾ അതിനായിട്ട് ഒരു കാരണം കാണുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ സെൽ ഓഫ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് DIAs നല്ല രീതിയിൽ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനൊരവസ്ഥയിലാണ് ഉള്ളത് മാർക്കറ്റ്. ഏതായാലും നാളത്തെ ട്രേഡിങ് നമ്മൾ സെൻസെക്സിലാണെങ്കിലും നാളെ ഒരു PE ബൈയിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഇനി അതല്ല ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ തന്നെ നമ്മളൊരു PE ബൈയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. 77,675 സെൻസെക്സ് ഓപ്പൺ ആകുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരു PE ബൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 100 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നാളത്തെ ട്രേഡിങ് അങ്ങനെ ആയിരിക്കും. പിന്നെ ഏതായാലും നാളെ നമ്മുടെ ട്രേഡിങ് രീതി അങ്ങനെയാണ്. എല്ലാവരും സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.